അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സദസ്സലങ്കോലപ്പെടുത്തണമെന്നോ മറ്റു ഒരു ഉദ്ദേശത്തോടു കൂടല്ല. 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കേണ്ടത്. പക്ഷെ ഒരു ചോദ്യം ചോദിച്ച് മറ്റുള്ളവർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. അല്ല, രണ്ടും ചോദിച്ചോളി. ഓക്കെ. പിന്നെ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാഉർ റസൂൽ തലമറക്കൽ സുന്നത്താണോ അല്ലേ എന്നൊരു ചോദ്യം. അങ്ങനെ അത് സുന്നത്താണെങ്കിൽ നിങ്ങളെ പണ്ഡിതന്മാരുടെ തലയിൽ ഒരാളുടെ തലയിൽ തൊപ്പിക്കാനല്ല, അത് അനുവദീയമാണോ അല്ലേ ഒന്ന്. രണ്ടാമത്തത്, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞ് 4-ാം മാസമാകുമ്പോൾ അവളുടെ ഗർഭശാലയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് ഒരു മലക്കിനോട് റൂഹിനൂതി കൊടുക്കാൻ പറഞ്ഞു. ആ മലക്കിൻ്റെ പേരെന്താണ്? അതും കൂടെ അറിഞ്ഞാൽ മതി. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പേര് ഹസൻ. ഞാൻ ഈ തെങ്ങൽ മഹല്ലിലെ ഒരു ആളാണ്, ഒരു മെമ്പറാണ്. പിന്നെ എൻ്റെ വാപ്പ വെളിയങ്കോട് ഉമർ ഖാൻ. അൽഹംദുലില്ലാഹ് ഖൈർ. അല്ലാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വളരെ ഹൃദ്യമായി ആത്മാർത്ഥമായൊരു ചോദ്യം. അൽഹംദുലില്ലാഹ്, ഇത്തരം ചോദ്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലുള്ള ചോദ്യം. അൽഹംദുലില്ലാഹ്, അത്തരം ചോദ്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഏതായിരുന്നാലും 2 കാര്യമാണ് ഇവിടെ കാരണവർ സൂചിപ്പിച്ചത്. ഒന്നാമതായി തലമറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലമറക്കാനായി കൽപ്പിച്ചതോ നിർദ്ദേശിച്ചതോ ആയ സ്വഹീഹായ ഹദീസുകൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത് ദീനിൽ ഒരു സുന്നത്തായി പറയാൻ നമുക്ക് വകുപ്പില്ല. എന്നാൽ അനുവദനീയമായ വേഷമാണ്, ഹലാലാണ്. നമ്മൾ കുപ്പായം ധരിക്കുന്നു, തുണി ഉടുക്കുന്നു, പാൻറ് ധരിക്കുന്നു. അതേപോലെ നമ്മൾ ചില ആളുകൾ തോർത്തുമുണ്ട് തോളിടുന്നു, ചില ആളുകൾ തലമറക്കുന്നു. അനുവദനീയമായ വേഷങ്ങളിൽപ്പെട്ട ഒരു വേഷമാണ് തലമറക്കൽ. അല്ലാതെ അത് സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി സ്വീകാര്യയോഗ്യമായ വഴിയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് വ്യാജമായി പല ആളുകളും അത് ഹദീസ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഹദീസുകൾ മൗലൂ ആണ്, നിർമ്മിതികളാണ്. ഉദാഹരണമായി പിൽക്കാലത്ത് ഉണ്ടാക്കിയ ഹദീസിൽപ്പെട്ടതാണ് അൽ ഫർഖു ബൈനൽ കാഫിരി വൽ മുസ്ലിമി അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മുകളിൽ തലയിക്കെട്ട് കെട്ടലാണ് എന്ന് പറഞ്ഞാൽ, മുസ്ലിം തൊപ്പിയിട്ട് അതിന് മേലെ കെട്ടും, അല്ലാത്തവൻ തൊപ്പിയിടാതെ തലയിക്കെട്ട് കെട്ടും. ഇതാണ് വ്യത്യാസം എന്നൊരു ഹദീസ്. അത് ഹദീസല്ല, പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കി റസൂല പറഞ്ഞു എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. അതേപോലെ ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലാ സ്വാഹിബിൽ അമായിം, അല്ലാഹും അവന്റെ മലക്കുകളും തലപ്പാവ് ധരിച്ച ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവ ഏതോ തലയിക്കെട്ടിന് കച്ചവടക്കാരൻ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ്. അതുപോലെ സ്വലാത്തുൻ ബി അമാമ ഖൈറുൻ മിൻ അൽഫി സ്വലാത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു നമസ്കാരം തലപ്പാവില്ലാത്ത 1000 നമസ്കാരത്തേക്കാൾ പുണ്യമാകുന്നു. വജുമുഅത്തുൻ ബി അമാമ ഖൈറുൻ മിൻ 70 അൽഫി ജുമുഅത്തിൻ ബിലാ അമാമ, തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാകുന്നു. ഇതൊക്കെ പിൽക്കാലത്ത് വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട മൗലൂഉകളും അതേപോലെ ദുർബലങ്ങളുമായ റിപ്പോർട്ടുകളിൽ മാത്രം വന്നതാണ്. സ്വഹീഹായ സ്വീകാര്യയോഗ്യമായ വഴിയിൽ തലപ്പാവിന്റെ മഹത്വം പറയാനോ തലമറക്കുന്നതിന്റെ പോരിശ പറയാനോ അത് പ്രേരിപ്പിക്കാനോ ഉള്ള വചനങ്ങൾ ഹബീബായ റസൂലിൽ നിന്ന് നമുക്കിതുവരെ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിലെ ഒരു പൊതുവേഷമാണ്. ആ കൂട്ടത്തിൽ നബിയും അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് നബി ആകുന്നതിന് മുമ്പുമുണ്ട്, നബി ആയതിനു ശേഷവുമുണ്ട്. മക്കത്ത് എല്ലാവരും അത് സ്വീകരിച്ച വേഷമായിരുന്നു. നബിക്ക് മാത്രമല്ല, അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, സ്വഹാബിമാർക്ക് മാത്രമല്ല, ആ നാട്ടുകാരുടെ വേഷമായി അവർ തലയിൽ ഒരു മുണ്ടിടാറുണ്ട്. ആ കാലഘട്ടത്തിൽ ഇക്കാലത്ത് അറബികൾ ഒരു മുണ്ടിടും, അതിന് മേലെ പിന്നെ വട്ടും വിടും. അതാ നാട്ടിലെ ആചാരമാണ്. നമ്മുടെ നാട്ടിൽ കാലങ്ങളായി നമ്മൾ തുണി ഉടുക്കുന്നു, അതേപോലെ കുപ്പായം ധരിക്കുന്നു. ഉത്തരേന്ത്യക്ക് പോയി കഴിഞ്ഞാൽ അവർ ജുബ്ബയും പൈജാമയും ധരിക്കുന്നു. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ പാൻറ്റും സമാനമായതും സ്വീകരിക്കുന്നു. അത് ഓരോ നാട്ടിലെ വേഷം. അപ്പൊ ആ നാട്ടിലെ വേഷം എന്തോ അത് അവർക്ക് സ്വീകരിക്കാം, ശരീഅത്തിന് എതിരല്ലെങ്കിൽ, ഇസ്ലാമിന് വിരുദ്ധമല്ലെങ്കിൽ ആ നാട്ടിലെ ആദത്തായ അവിടുത്തെ സമ്പ്രദായമായ വേഷം അവർക്ക് സ്വീകരിക്കാം. എന്നാൽ അനുവദനീയമായ വേഷമാണ്
എന്നർത്ഥം, അല്ല സുന്നത്താണ് എന്നോ അതിൽ പ്രത്യേകമായ മഹത്വമുണ്ട് എന്നോ പറയാൻ സ്വീകാര്യയോഗ്യമായ വഴിയിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചോദിച്ചത് റൂഹുദുന്ന മലക്ക്. ഹദീസിൽ ഒരു മലക്കിനെ പറഞ്ഞയക്കും എന്ന് മാത്രമേ ഹദീസിൽ വന്നിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്, സ്വഹീഹാണ്. 4 മാസം ഗർഭാശയത്തിൽ പ്രായമായി കഴിഞ്ഞാൽ മലക്ക് വരുമെന്നും റൂഹൂതുമെന്നും അതേപോലെ അവന്റെ റിസ്ക്, അവന്റെ ആയുസ്, അവൻ സഈദാണോ ഷഖീയാണോ, വിജയിച്ചവനാണോ പരാജയനാണോ എന്നൊക്കെ രേഖപ്പെടുത്തുമെന്നൊക്കെയുള്ള ഹദീസ് സ്വഹീഹാണ്, സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ ഫയുർസലു മലക്കുൻ, ഒരു മലക്ക് അയക്കപ്പെടും എന്നേ ആ ഹദീസിന്റെ വാചകത്തിൽ വന്നിട്ടുള്ളൂ. മലക്കിന്റെ പേര് നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവോ റസൂലോ പറയാതെ ഒരു മലക്കിന്റെ പേര് നമുക്ക് കിട്ടാൻ നിർവാഹവുമില്ല. നമ്മൾ സംബന്ധിച്ച് അത് അന്വേഷിച്ചറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയൽ ആവശ്യമുള്ളതാണെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചു. അല്ലാത്തത് നമ്മൾ പിന്നാലെ പോയി അന്വേഷിച്ച് അതിന്റെ പേര് കിട്ടാൻ വേണ്ടി തെരഞ്ഞു പിടിച്ചറിഞ്ഞിട്ട് പേര് മനസ്സിലായിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ കാര്യവുമില്ല. എന്നാൽ ആ വിഷയം സത്യമാണ്, ഹദീസിൽ വന്നതാണ്, സ്വഹീഹാണ്, വിശ്വസിക്കൽ നിർബന്ധമാണ്. പക്ഷെ പേര് ഹദീസിൽ പരാമർശിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു അഅലം.